ഒരു പൊടി തേങ്ങ പോലും ചേർക്കാതെ തേങ്ങാ ചട്നിയെക്കാട്ടിലും ടേസ്റ്റിൽ ഒരു അടിപൊളി ചട്നി തയ്യാറാക്കിയാലോ. ഇവിടുത്തെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ചട്നിയാണ് കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഞാനൊരു അരമുറി അളവിലുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മതിയേ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി. ഇനി ചേർക്കേണ്ടത് ഉണക്കമുളകാണ്. മുളക് പൊടി ചേർക്കേണ്ട, ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഉണക്കമുളക് ഞാനിത് പിരിയമുളകിൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില, ശകല അളവിൽ മതിയേ. ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി അതൊന്ന് വാടി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് മൂപ്പിക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇത് പച്ചയായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കാൻ നേരത്ത് ഇത് പച്ചയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇതേപോലൊരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം തന്നെയാണ് ചേർത്തത്, ചൂടുവെള്ളമൊന്നും അല്ലേ. ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അളവ് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് കൊടുത്തരണം. ഇതുപോലൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.